ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കുട്ടികളെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണാതിരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണല്ലോ. തിക്കും തിരക്കും ബഹളങ്ങളൊക്കെ കാണാനുണ്ട്. കുട്ടികളും തിക്കും തിരക്കിലാണ്, പാരൻസും തിക്കും തിരക്കിലാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പറയാം. അതിനു മുന്നേ ഒരു കാര്യം, ഇതേതാ സ്കൂളെന്നറിയോ? ചേർപ്പിലുള്ള CNN ബോയ്സ് LP സ്കൂളാണ് കേട്ടോ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബോയ്സ് മാത്രമുള്ള LP സ്കൂളാണ് കേട്ടോ. ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങളിവിടെ സംഭവിക്കുന്നുണ്ടത്. കണ്ടില്ലേ ഒരു രാജാവ് നിൽക്കണത്? ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഇവരെ അടക്കി നിർത്താനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവരെന്ത് കളി വേണമെങ്കിലും കളിക്കും. പിന്നെ നമ്മൾ അത് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി നടക്കണം. കുട്ടികളുടെ സ്വഭാവത്തിനെ കുറിച്ച് ഞാൻ ആർക്കും വിശദീകരിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മോനെ വീട്ടിലധികം കുറുമ്പൊന്നുമില്ല കേട്ടോ. പക്ഷേ അവരെ കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വേറെ റേഞ്ചാണ്. നമ്മളിന്നും അവന് പരിചയമില്ല. അവരുടെ ഒരു ലോകം തന്നെ വേറെയാണ്. ആ ലോകത്ത് വേറെ ആർക്കും സ്ഥാനമില്ല കേട്ടോ. അവരുടേതായ സന്തോഷങ്ങൾ, തല്ലൂട്ടം, കളി, ചിരി, പ്രത്യേകിച്ച് ബോയ്സ് ആകുമ്പോൾ അവർക്ക് ഈ ഫീലിങ്സ് ഒക്കെ വളരെ കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പേരല്ലാണ്ട് മര്യാദക്കുള്ള പേര് വിളിക്കലൊക്കെ അവർ കുറവായിരിക്കും. എൻ്റെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മഹാദേവ് എന്ന് പറയുന്ന ഒരു കുട്ടി ചെയ്തേക്കണ ഒരു വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് ബസ്സുകൾ ഉണ്ടാക്കും മൂപ്പര്. ആര് കണ്ടൂലേ വളർന്ന് വലുതാവുമ്പോൾ ഒരു വലിയ ഡിസൈനർ ആവില്ല എന്നൊക്കെ? ലോറി, ജീപ്പ്, കാറ്, ഹെലികോപ്റ്റർ, കപ്പല് ഇതൊക്കെ ഡിസൈൻ ചെയ്യില്ലെന്ന് ആര് കണ്ടു? നമ്മളെ കുട്ടികളുടെ ഓരോ കഴിവുകളും കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ആ നിലയിലൊക്കെ തന്നെ എത്തും. പല കുട്ടികൾക്കും പല കഴിവുകളാണെന്ന് മാത്രം. അവൻ ടൂറ് പോയ ബസ് വരെ അവൻ സ്വന്തമായിട്ട് അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. അതിൽ ഏത് ബസ്സാന്ന് എനിക്കറിയില്ല. അതെ, പഠനോത്സവം അല്ലേ? പഠനോത്സവം എന്നാൽ എന്ത്? അങ്ങനെയൊന്നും ഞാൻ പറയണില്ല കേട്ടോ. കാരണം പണ്ട് ഇതുപോലെ എന്നാലും എന്തെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. അപ്പോൾ ഈ പഠനോത്സവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ടീച്ചറുടെ അടുത്ത് ചോദിക്കാനുണ്ടായി, ടീച്ചർ എന്താണ് പഠനോത്സവം, എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഒരു വർഷത്തെ കുട്ടികൾ മുഴുവൻ പഠിച്ച കാര്യങ്ങൾ അവരിൽ എത്രത്തോളം കെയർ ചെയ്യുന്നു ആ ചാപ്റ്ററിൽ നിന്നും ഉള്ള കാര്യങ്ങൾ എടുത്തിട്ട് അവരൊരു നാടകം പോലെയോ ഒരു സ്കിറ്റ് പോലെയോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ജില്ലയായിട്ടാണ് മാറിയേക്കണേ. അപ്പോൾ തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം ഉണ്ട്, കോഴിക്കോട്, കാസർഗോഡ്, തൃശ്ശൂർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ജില്ലയുടെ പ്രാധാന്യം എന്താണെന്നും അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്നും അവിടെ എന്താണ് ഫേമസ് ആയിട്ടുള്ളത് എന്നും ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യം നടക്കുമ്പോഴും അത് കാണാനായിട്ട് കുറച്ച് ആൾക്കാർ വേണമല്ലേ? അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ആസ്വാദകരില്ലാണ്ട് നമ്മൾ സ്റ്റേജിൽ എന്ത് പെർഫോം ചെയ്തിട്ടും ഒരു കാര്യമില്ല അല്ലേ? ഈ ആസ്വാദകരൊക്കെ കുറച്ച് നേരം കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് കയറും കേട്ടോ. കാരണം അവർക്കും പരിപാടികളുണ്ട്. ഒരുവിധം എല്ലാ കുട്ടികളെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാനായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പരിപാടിയിലൊന്നും പങ്കെടുക്കാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ റേഞ്ചിനുള്ള പരിപാടികളൊന്നും സ്കൂൾ തലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. അവർ വേറെ ലെവലിൽ പോകാനുള്ള ആൾക്കാരാണ്. നല്ല ചെറിയൊരു പരിപാടിയാണ്, പക്ഷെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അതിൽ അവർ കവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു പഠനോത്സവം എന്ന് പറയുന്ന ഒരു സംഭവം. ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നും അല്ല താനും. എന്നാൽ അവരെ പാഠപുസ്തകത്തിൽ നിന്നിട്ട് കീറിയെടുത്തിട്ടുള്ള പേജുകൾ എന്ന് വെച്ചിട്ട് അത് ശരിക്കും കീറി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ സ്റ്റോറി എന്താണ് അത് അവരുടെ ഒരു പരിമിതിയിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് അവരൊപ്പം നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബാച്ചിനും ഓരോ ദിവസമായിരുന്നു പഠനോത്സവം. അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ളവർക്ക് ഒരു ദിവസം, തേർഡ് സ്റ്റാൻഡേർഡിലുള്ളവർ ഒരു ദിവസം. അപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലായതുകൊണ്ട് പാരൻസ് വരാൻ താല്പര്യമുള്ളവർ വന്നോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോയതാണ്. ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കാര്യമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമല്ല, ഇടയ്ക്കൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. അപ്പോൾ അവർക്കും ആ ചാപ്റ്റർ മനസ്സിൽ നിൽക്കും, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. കവിത ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഒക്യുപ്പേഷൻ, ഡോക്ടറായിട്ട്, ഇലക്ട്രീഷ്യനായിട്ട്, മാഷായിട്ട്, അങ്ങനെ ഒക്യുപ്പേഷൻ എങ്ങനെയാണോ അത് പ്രസൻറ്റ് ചെയ്യാൻ. പിന്നെ ഈ നിൽക്കുന്നത് ഫാർമറാണ്. ഇവരെ ക്ലാസ്സിലെ ഒക്യുപ്പേഷൻ എന്താണ്, എൻ്റെ ഒക്യുപ്പേഷൻ എന്താണ് എന്നുള്ളത് കുട്ടി തന്നെയായിരുന്നു പ്രസൻറ്റ് ചെയ്തത്. ആ സമയത്ത് അടുത്ത ക്ലാസ്സിലെ ഒക്യുപ്പേഷൻ ടീച്ചറായിരുന്നു കേട്ടോ അതിന് ഡയലോഗ് കൊടുത്തത്. അതിൻ്റെ ഇമിറ്റേഷൻ മാത്രമാണ് കുട്ടി കാണിച്ചത്. രണ്ടും നല്ലതായിരുന്നു, രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അടുത്ത ടീമിൻ്റെ കവിത ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ ചെറുതിലേക്ക് എല്ലാവരും പറയുക ടീച്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പെണ്ണുങ്ങൾക്ക് ടീച്ചറാകുന്ന ജോലിയാണ് നല്ലത്. അതാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ പോയി വൈകുന്നേരം വരാം, പിള്ളേരൊപ്പം ഇരിക്കാം.
പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ ചെറുതിലേക്ക് ഞാൻ കേട്ടേക്കണത് കേട്ടോ. പക്ഷേ ഇവരെ സ്കൂളിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്ര രസമുള്ളൊരു ജോലിയൊന്നല്ല എന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതിലെല്ലാ ദിവസവും ഒരു ഫ്രീ ആവണം എന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ കോഴ്സ് കാര്യങ്ങൾ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഓരോ റൂൾസിനനുസരിച്ച് ചില ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോകേണ്ടി വരുന്നുണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. അത്യാവശ്യം അവർക്ക് ഫ്രീ ടൈമും കിട്ടുന്നുണ്ടാവും. അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു സിമ്പിൾ ജോലിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്ര സ്ട്രെയിൻ ഉണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ചീത്ത പറയാനോ അടിക്കാനോ ഒന്ന് ദേഷ്യത്തിൽ നോക്കാനോ ഒന്നും പാടില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരെ അടക്കി നിർത്താനും എളുപ്പമല്ല കേട്ടോ. ഒരാളെങ്കിലും പിടിച്ചാൽ അടുത്ത ആൾ അങ്ങോട്ട് പോകും. കാരണം കുഞ്ഞു മക്കളല്ലേ, അവർക്ക് അതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ലല്ലോ. പക്ഷേ ബോയ്സ് ആയതുകൊണ്ടൊരു കാര്യമുണ്ട്, ടീച്ചേഴ്സിനോട് ഭയങ്കര സ്നേഹമാണ് അവർക്ക് കേട്ടോ. നമ്മളമ്മമാർ അവരെങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് അവരവരുടെ ടീച്ചേഴ്സിനെയും കാണുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റി ഈ ബോയ്സിനുണ്ട്. പക്ഷെ ഗേൾസിന് അങ്ങനെ ഉണ്ടാവില്ല. ഗേൾസ് ഈ പറഞ്ഞ പോലെ പറയണതൊക്കെ അനുസരിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. ടീച്ചേഴ്സിന് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസി പെൺകുട്ടികൾ തന്നെയായിരിക്കും. അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഏതൊരു ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്വിസ് കോമ്പറ്റീഷനാണ്. അതായത് കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് മറുപടി പാരൻസ് പറയണം. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. കുട്ടികൾ ചോദിക്കണ ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യുന്ന പാരൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെ വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ആൻസർ പറയുന്ന പാരൻസിന് ഇവർ ഓരോ ചോക്ലേറ്റും പോയി കൊടുത്തിരുന്നു കേട്ടോ. നല്ല പരിപാടിയായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മോൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തമ്മ ഒരു ക്വസ്റ്റ്യനും ഒന്നും ആൻസർ ചെയ്തില്ലല്ലോ. ഞാൻ അവനെടാ ജിക്ക് എനിക്ക് ഒട്ടും അറിയില്ല എന്ന് നിനക്കറിയാലോ. അപ്പോൾ അവന് അതെ ഓക്കെ, അത് ഞാൻ ക്ഷമിച്ചു എന്ന്. കണ്ടോ, നമ്മൾ ആൻസർ ചെയ്യാണ്ടായപ്പോൾ അവർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവർ ആൻസർ പേപ്പറിൽ മാർക്ക് വാങ്ങാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന പോലെ അവരുടെ ഒരു ഇമേജ് നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതും അവർക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നാടകമാണ് കേട്ടോ. 4Bക്കാരുടെ നാടകമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരപ്പോൾ വൃക്ഷങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നാടകമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിലാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൽ പക്ഷികളൊക്കെ താമസിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അവരതിൽ വിശദീകരിച്ച് പറഞ്ഞേക്കണത്. അപ്പോൾ നാടകം വളരെ രസകരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പഠനോത്സവത്തിന് അല്ലെങ്കിൽ ഒരു സ്കൂൾ തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു കുഞ്ഞ് സെറ്റപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരു ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര ദിവസം അവർ ട്രൈ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് അല്ലേ നമ്മൾ സിമ്പിളായിട്ട് പോയി കണ്ടിട്ട് പോരുന്നത്. ഈ പരിപാടിക്ക് പോയപ്പോൾ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ ഒരു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പക്ഷികളായിട്ടാണെങ്കിലും പിന്നെ അടുത്ത നാടകത്തിൽ അരങ്ങേറാൻ പോകുന്ന കോസ്റ്റ്യൂമിൻ്റെ ആണെങ്കിലും എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറേ പഠിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലാണ്, വളരെ സിമ്പിളായിട്ടാണ് അവർ ആ ഡ്രസ്സിങ്ങൊക്കെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരുപാട് കാര്യങ്ങളിൽ അവരിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പോൾ ഗീത ടീച്ചറായിരുന്നു ഇതിന് വേണ്ട മേൽനോട്ടം മുഴുവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആൾ കേട്ടോ. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും. അപ്പോൾ ഇതായിരുന്നു നാടകത്തിൻ്റെ കലാശക്കൊട്ട് കേട്ടോ. ജില്ലാതലത്തിലും മറ്റുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ഒരു മോൻ്റെ ഡ്രോയിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിത്രം വരയ്ക്കുന്നതിന് ഒരു പ്രത്യേക പേര് ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ മൂപ്പര് അത് സൈഡിൽ വരച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ സമയം കുറേ പോവുമല്ലോ. അപ്പോൾ ആളെ വളരെ പെട്ടെന്ന് അത് വരച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ സൈഡിൽ മറ്റൊരു പരിപാടി അരങ്ങേറി, ഒരു കോൺവെർസേഷൻ. അതിലെൻ്റെ മോനും ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമായിരുന്നു. അതിൽ ഒരാൾ മലയാളത്തിൽ പറയും, അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത്. അതായത് കുട്ടികളുടെ ഓരോ കഴിവിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങളും അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. കോൺവെർസേഷൻ കഴിയുന്നതിനോട് കൂടി തന്നെ ഡ്രോയിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അറബി സോങ്ങും അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ, അതായത് 4Cയിലെ നാടകമായിരുന്നു. അത് അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ കോസ്റ്റ്യൂമായിട്ടാണെങ്കിലും സെലക്റ്റീവായിട്ടുള്ള കുട്ടികളാണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലൊരു മെസ്സേജും അവരതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സും മാഷന്മാരൊക്കെ വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ സജിത ടീച്ചറുടെ ക്ലാസ്സിൻ്റെയാണ് ഈ നാടകം. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ മുന്നേ നമ്മൾ കണ്ട നാടകം ഇംഗ്ലീഷിലായിരുന്നു, അതും നല്ല തന്നെയായിരുന്നു. അതിനും അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നാടകത്തിൽ കൂടെ അത്യാവശ്യം നല്ലൊരു മെസ്സേജും അവർ നന്നായി പാസ് ചെയ്തു. നല്ലൊരു മെസ്സേജായിരുന്നു കേട്ടോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റില്ല എന്നും, അതേപോലെ തന്നെ
എല്ലാവരും എല്ലാത്തിലും മിടുക്കന്മാരാവില്ല എന്നും ഉള്ള ഒരു മെസ്സേജായിരുന്നു അതിലുണ്ടായിരുന്നത്. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ആ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു നാടകമാണ് അവരെടുത്ത് ചെയ്തത് കേട്ടോ. അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ഒരു നാടകമായിരുന്നു അത്. പിന്നെ ടീച്ചർ നാടകത്തിലേക്ക് സെലക്ട് ചെയ്ത കുട്ടികളും നല്ല രസമായിരുന്നു. ഓരോരുത്തരും അതിന് ആപ്റ്റായ രീതിയിലായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അതിൽ നമ്മുടെ മന്ത്രിയും രാജാവും ഒക്കെ തകർത്തു. ഭയങ്കര രസമായിരുന്നു. കുട്ടികളത് ചെയ്യുമ്പോൾ നമുക്ക് കാണാനും രസമായിരിക്കുമല്ലോ. പിന്നെ എനിക്ക് അവരെ പേഴ്സണലി അറിയുന്നത് കൊണ്ടും കൂടിയായിരിക്കും ഞാൻ നന്നായി ആസ്വദിച്ചു കേട്ടോ. കുഞ്ഞു കുഞ്ഞു പരിപാടികളായിട്ട് പലതരത്തിലുള്ള പരിപാടികളും അവിടെ അരങ്ങേറി കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ്റെ വക ഒരു ലൈം ജ്യൂസും ഉണ്ടാക്കി കൊടുക്കലും നടന്നു കേട്ടോ. ലൈം ജ്യൂസ് അത്യാവശ്യം വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും അത് കുടിക്കാനുള്ള ഭാഗ്യം മാഷിക്കാണ് ഉണ്ടായത്. കുട്ടികൾ ഓരോ പരിപാടി ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ഓരോ കണ്ടന്റ് ഉണ്ടാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ അവർ സെറ്റ് ചെയ്യിപ്പിച്ചു. 3:30 ആകുമ്പോഴേക്കും അവരുടെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 3:30 സ്കൂൾ വിടും, എല്ലാവർക്കും വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. അതിഗംഭീരമായിരുന്നു. പിന്നെയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.